9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മക്കൾക്ക് ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. ഇനി നമ്മൾ വരുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ്, സെൽ തിയറി. ഈ സെൽ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രപ്പോസ് ചെയ്തത് 3 ശാസ്ത്രജ്ഞന്മാരാണ്. ആദ്യം 1838 മത്തിയാസ് ഷ്ലീഡൻ എന്നൊരു സയൻറ്റിസ്റ്റ്, അദ്ദേഹം പറഞ്ഞു പ്ലാന്റ്സ് എല്ലാം കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. അടുത്ത വർഷം 1839 ആയപ്പോഴേക്കും തിയോഡർ ഷോൺ എന്നൊരു മറ്റൊരു സയൻറ്റിസ്റ്റ് പറഞ്ഞു ആനിമൽസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇവരുടെ ഈ വസ്തുതകൾ ഒന്നിച്ചു ചേർത്ത് ഒരു ഒറ്റ തിയറിയാക്കി. എന്താണത്? എല്ലാ ജീവജാലങ്ങളും സെല്ലുകൊണ്ട് അല്ലെങ്കിൽ കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. Okay, all living organisms are made up of cells and cell is the basic unit of life. അപ്പോൾ 2 പോയിന്റ്സ് ആണ് സെൽ തിയറിയിൽ ഉണ്ടായിരുന്നത്. All living organisms made up of cells and cell is the basic unit of life. അതേ തുടർന്ന് 1858 വീണ്ടും ഏതാണ്ട് 20 വർഷത്തോളം കഴിഞ്ഞപ്പോൾ മറ്റൊരു സയൻറ്റിസ്റ്റായ റുഡോൾഫ് വിർഷോ ഇതിലേക്ക് ഒരു പോയിന്റും കൂടി ആഡ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു ഒരു പുതിയ സെൽ ഉണ്ടാകുന്നത് എപ്പോഴും ഓൾറെഡി ഉള്ള ഒരു പഴയ സെല്ലിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ആ തിയറിയെ പറഞ്ഞു തരണം ഓംനി സെല്ലുല എ സെല്ലുല. അതായത് ഒരു പുതിയ സെല്ല് അല്ലെങ്കിൽ പുതിയ കോശം പഴയ ഒരു കോശം വിഘടിച്ചാണ് ഉണ്ടാകുന്നത്. അതായത് ന്യൂ സെൽ ക്യാൻ ഒറിജിനേറ്റ് ഓൺലി ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. അങ്ങനെ നമ്മുടെ സെൽ തിയറിക്ക് 3 പോയിന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഓൾ ലിവിങ് സെൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്, സെൽ ഇസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്, ആൻഡ് എ ന്യൂ സെൽ ക്യാൻ ഫോം ഓൺലി ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ.